ഇതെന്തൊരു പാട്. എടാ പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമുക്കിന്ന് പോണ്ടേ? എന്റെ ഒരു കൈ എവിടെയാണ്? വലിയ വായിലെ ചെറിയ കാര്യങ്ങൾ മാത്രം പോരാ, ഈ ചെറിയ വായിലെ വലിയ കാര്യങ്ങളും കേൾക്കാം. ലാസ്റ്റ് വീഡിയോ അച്ഛൻ പതുക്കെ പുറത്തിറങ്ങുന്നത് വരെയല്ലേ കണ്ടത്? ആ വീഡിയോ കാണാത്ത ഇവിടെ ക്ലിക്ക് ചെയ്യൂ. ആദ്യം ആ വീഡിയോ കണ്ടിട്ട് വന്നോ? പേടിക്കണ്ട, ഈ വീഡിയോ ഇവിടെ തന്നെ ഉണ്ടാവും. ധൈര്യമായിട്ട് ക്ലിക്ക് ചെയ്തോ. ആ ചേട്ടൻ ക്ലിക്ക് ചെയ്തു, ഈ ചേച്ചിയും ക്ലിക്ക് ചെയ്തു. ഈ അങ്കിൾ എന്താ ചെയ്യാത്തെ? അങ്ങനെ നേരം വെളുത്തോണ്ടിരിക്കുന്നു. ഞാനും അമ്മയും അമ്പലത്തിൽ പോവാൻ റെഡിയായി. റിസോർട്ടിലത്തെ മോർണിംഗ് വൈബ് ഒന്ന് എൻജോയ് ചെയ്യാം. ഇന്നലെ നൈറ്റ് വരുമ്പോ ഒരു ടേണിങ് കഴിഞ്ഞോണ്ട് ഒറ്റക്കൊമ്പനെ കണ്ടു. ആളൊരു സൈഡിലായിരുന്നു. വീഡിയൊന്നും എടുത്തില്ല. ഞങ്ങൾ പെട്ടെന്ന് പാസ് ചെയ്ത് വന്നു. കൂടുതൽ സർക്കസിനൊന്നും നിന്നില്ല. ആന വരുന്ന ടെൻഷൻ ഉണ്ടെങ്കിലും ഈ ഫോഗിൽ കൂടെയുള്ള റൈഡ് സൂപ്പർ ആയിരുന്നു. ആ കാണുന്ന വഴിയാണ് നമ്മള് ഇന്നലെ വന്നത്. അതിന്റെ 2 ടേണിങ് അപ്പുറത്താണ് ആനയെ കണ്ടത്. തിരുനെല്ലി ടെമ്പിൾക്ക് നമുക്ക് ഈ വഴി പോവാം. ഇവിടുന്ന് ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ ഉള്ളൂ. എത്തിപ്പോയി. ബ്രഹ്മഗിരി ഹിൽസിന് താഴെയുള്ള തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. ഇവിടെ കൗണ്ടറിൽ നിന്ന് വഴിപാടിനുള്ള ടിക്കറ്റ് എടുക്കണം. പിന്നെ അവിടെയുള്ള പ്രാർത്ഥന ചൊല്ലിത്തരും. അത് കഴിഞ്ഞിട്ട് വേണം ബലികർമ്മം കഴിച്ച് പോകാൻ. ഇവരൊക്കെ പോണ പോലെ അമ്പലത്തിന്റെ പിന്നിൽച്ച് ഈ വിളക്കമാടം കണ്ടോ? ഇതിനെ കുറിച്ച് സ്റ്റോറീസ് ഉണ്ട്. പണി തീരാത്ത മോഡലിൽ കിടക്കുന്ന ഈ വിളക്കുമാടം പണ്ട് ഭൂതഗണങ്ങൾ പണിതതാണെന്നും രാവിലെ ആയപ്പോ പണിഞ്ഞിട്ട് പോയെന്നൊക്കെ ഒരു മിത്തുണ്ട്. ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ആ കാണുന്ന ബ്രഹ്മഗിരി മൗണ്ടൻസിന്റെ അപ്പുറത്താണ് കുടക് ദേശം. പണ്ടവിടുത്തെ രാജാവ് ഈ സ്ഥലത്തെ വിഷ്ണു ചൈതന്യം അറിഞ്ഞ് കൺസ്ട്രക്ട് ചെയ്ത് തുടങ്ങിയ വിളക്കുമാടമാണിത്.
പക്ഷെ വയനാട്ടിലത്തെ രാജാവ് തന്റെ പെർമിഷൻ എടുക്കാതെ തുടങ്ങിയ വർക്കായതുകൊണ്ട് അത് ശോഭിച്ചു. പണ്ട് ബ്രഹ്മാവ് ആകാശത്തിൽ കൂടെ പോകുമ്പോ ഭംഗിയുള്ള ഈ സ്ഥലത്തിന്റെ അടുത്തെത്തി വിഷ്ണു ഭഗവാന്റെ പ്രസൻസ് ഫീൽ ചെയ്ത് ഇവിടെ ധ്യാനത്തിലിരുന്നു. അതുകൊണ്ട് ബ്രഹ്മഗിരി എന്നുള്ള പേര് വന്നു. ബ്രഹ്മാവിന്റെ മുന്നിൽ ഒരു നെല്ലിമരത്തിലേക്കണ പോസിലാണ് വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് തിരുനെല്ലി എന്നുള്ള പേര് വന്നു. ഇവിടെ പാവനാശിനി ശ്രീമിൽ ബലികർമ്മങ്ങളൊക്കെ ചെയ്ത് വിഷ്ണു ഭഗവാനെ വന്ന് തൊഴുതാൽ അവരുടെ ആൻസിസ്റ്റേഴ്സിനൊക്കെ മോക്ഷം കിട്ടുന്നൊക്കെ വിഷ്ണു ബ്രഹ്മാവിനോട് പറഞ്ഞു. ബ്രഹ്മാവ് തന്നെയാണ് പൂജകളൊക്കെ ചെയ്ത് വിഷ്ണു വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചത്. ബ്രഹ്മാവ് എല്ലാ ദിവസവും രാത്രി വന്ന് വിഷ്ണുവിനെ പൂജിച്ചിരുന്നു എന്നൊരു സങ്കല്പം ഉണ്ട്. അത് കാരണം അത്താഴ പൂജ കഴിഞ്ഞ് നിർമ്മാലമെല്ലാം മാറ്റി മറ്റൊരു പൂജയ്ക്ക് വേണ്ട അറേഞ്ച്മെന്റ്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് നട അടയ്ക്കാറ്. പാപനാശിനിക്ക് ഈ വഴി പോണം, കുറച്ചു ദൂരെയുള്ളൂ. ഈ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ എത്തുന്നൊരു സ്പെഷ്യൽ സ്ഥലത്തേച്ച പഞ്ചതീർത്ഥ കുളം. പാണ്ഡവന്മാര് പണ്ട് വിഷ്ണുവിനെ പൂജിച്ചാൻ 5 സോഴ്സിൽ നിന്നും തീർത്ഥം ഇങ്ങോട്ട് എത്തിച്ചു എന്ന് ഒരു മിത്തുണ്ട്. വിഷ്ണു ഭഗവാന്റെ കൈകളിലുള്ള ശംഖ്, ചക്രം, ഗദ, പത്മം പിന്നെ വിഷ്ണു പാദങ്ങളും ഈ റോക്കിൽ കാവ് ചെയ്തു വെച്ചിട്ടുണ്ട്. ബ്രഹ്മാവിന് വിഷ്ണു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത് ഈ റോക്കിൽ നിന്നാണ് എന്നൊരു മിത്തുണ്ട്. ഈ കാട്ടുവഴിയിൽ കൂടെ കുറച്ചും കൂടി പോയാൽ നമ്മുടെ സ്പോട്ടായി. നമ്മളിവിടെ ബലികർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു പിണ്ടപ്പാറയിലാണ്. അത് പാഷാണവേദി എന്നുള്ളൊരു അസുരന്റെ ബോഡിയാണെന്നാണ് വിശ്വാസം. ശിരസ് ബീഹാറിലെ ഗയയിലും പാദങ്ങൾ തിരുനെല്ലിയിലുമാണെന്ന് വിശ്വാസമുണ്ട്. അതുകൊണ്ട് പിണ്ടപ്പാറയിൽ വെച്ച് ബലിയിട്ടാൽ പിതൃക്കൾക്കൊക്കെ കംപ്ലീറ്റ് മോക്ഷം കിട്ടും എന്നാണ് പറയുന്നത്. ഈ പാപനാശിനി നമ്മുടെ പാപങ്ങളെ എല്ലാം നശിപ്പിച്ചും എന്നാണ് സങ്കല്പം. ദാറ്റ് മീൻസ് നമ്മുടെ തെറ്റുകളൊക്കെ കഴുകി കളയുമെന്ന് വിശ്വാസമുണ്ട്. ഇത്ര തണുപ്പുണ്ടായിട്ടും അച്ഛൻ കുറെ നേരം മുങ്ങിക്കുളിച്ചുണ്ടായിരുന്നു. ഇത്ര അധികം തെറ്റുകൾ അച്ഛൻ ചെയ്തിട്ടുണ്ടോ ആവോ? ബ്രഹ്മഗിരി ഫോറസ്റ്റിലത്തെ മെഡിസിനൽ ഹെർബ്സിന്റെ റൂട്ട്സ്, ലീവ്സ്, ഫ്ലവേഴ്സ് ഇതിൽ കൂടിയൊക്കെ ഒഴുകി വരുന്ന കാരണം പാപനാശിനിയില് കുറച്ച് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നാ പറയുന്നേ. ഇതാണ് ഗുണ്ടിക ക്ഷേത്രം, ശിവക്ഷേത്രം. ഈ കാണുന്ന ചെറിയ ഗുഹയ്ക്കുള്ളിലാണ് പ്രതിഷ്ഠ. വീണ്ടും പഞ്ചതീർത്ഥത്തിന്റെ അടുത്തെത്തി. ഈ സ്റ്റെപ്പൊക്കെ കയറി അമ്പലത്തിൽ ചേരും. ഇത് ഇവിടുത്തൊരു മാൻമേഡ്
വണ്ടർ ആണ്. കാട്ടിൽ നിന്നും വെള്ളം കൊണ്ടുവരുന്ന ഒരു ഗ്രാനൈറ്റ് അക്വേറിയം. ഇതിനൊരു സ്റ്റോറിയുണ്ട്. പണ്ട് ചിറക്കൽ രാജാവിന്റെ വൈഫ് പാരിക്കര തമ്പുരാട്ടി അമ്പലത്തിൽ തൊഴാൻ വന്നപ്പോ കുടിക്കാനോ മറ്റോ വെള്ളം ചോദിച്ചു. പാവനാശിനിന്നുള്ള വെള്ളം അമ്പലത്തിൽ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അപ്പൊ അവൾ തമ്പുരാട്ടിയോട് പറഞ്ഞു. തമ്പുരാട്ടി അപ്പോൾ തന്നെ ഒപ്പമുള്ള ടീമിനോട് അടുത്ത കാട്ടിലെവിടെങ്കിലും വെള്ളമുണ്ടെങ്കിൽ അത് നോട്ടെത്തിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ കാട്ടിൽ നിന്നും വെള്ളം ബാംബു വെച്ച് പാത്തിയുണ്ടാക്കി അമ്പലത്തിൽ എത്തിച്ചു. തമ്പുരാട്ടി തിരിച്ചുപോയി. പിന്നെ ഒരു ദിവസം ആളുകളെയൊക്കെ വിട്ട് ഈ മുളമ്പാത്തിക്ക് പകരം കരിങ്കൽ പാത്തി ഉണ്ടാക്കി. അതാണ് ഇത്. ഇപ്പോഴും ഇതിലൂടെ വെള്ളം വരുന്നുണ്ട്. Wonderful work and great determination. Kudos. തിരിച്ച് റിസോർട്ടിലെത്തിയതും ഞങ്ങൾ നേരെ കയറിയത് ഡൈനിങ് ഏരിയയിൽ. വിശപ്പുണ്ടായിരുന്നേ. കഴിച്ചു കഴിഞ്ഞു. ഇനി ബോർഡിൽ കാണുന്ന സ്വിമ്മിംഗ് പൂൾ ആൻഡ് ആക്ടിവിറ്റീസ് ഏരിയയിൽ ഒന്ന് പോയാലോ? Come on. ഈ മലകൾക്കും കാടിനും നടുവിലൊരു സ്വിമ്മിംഗ് പൂൾ. ഫോട്ടോസ് എടുക്കണ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എങ്കിലൊന്ന് ആടിയാലോ? ഹൈ 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 ഹൈ. ഡൈനിങ്ങും റിക്രിയേഷനും സെയിം ബിൽഡിങ്ങിലാ. അതാണിത്. ടേബിൾ ടെന്നീസ്. ഇതല്ല, ഇതിനപ്പുറം ചാടിക്കളന്നവനാണ് ഈ ധൻവിൻ. ഇത് മാത്രമാണ് മറ്റേ ഗെയിം പോലെ തന്നെ. ഇത് പിള്ളേരെ അല്ല. ഈശ്വരോ, ഇതെന്തൊരു പാട്. എടാ പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമുക്കിന്ന് പോണ്ടേ? അയ്യോ, എന്റെ ഒരു കൈ എവിടെയാണ്? ആ കയ്യിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഈ കാരം ബോർഡിൽ ഒരു കൈ നോക്കാം. ഇവിടെ ചെസ് ബോർഡ് കാണാത്തത് അമ്മയുടെ ഭാഗ്യം. ബാഡ്മിന്റൺ മാത്രമായിട്ട് ഇനി ഒഴിവാക്കണ്ട. ഇനി കാവിലെ പാട്ട് മത്സരത്തിന് കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. Thank you, Agraharan Resort. See you again. Super resort, super service. Keep it up.
കാളിന്തി റിവർ. ബംഗാളിലത്തെ കാളിന്തി അല്ല, കേരള കാളിന്തി. മുമ്പ് വന്ന പാപനാശിനി ഈ കാളിന്തി റിവറായിട്ട് ജോയിൻ ചെയ്യും. പിന്നെ കബനി റിവറിൽ സമ്മറായ കാരണം അധികം വെള്ളമില്ല. ഈ റിവർ ക്രോസ് ചെയ്യാനുള്ള പരിപാടിയാ. പിന്നൊരു കാര്യം, കുട്ടികളാരും ഇതൊന്നും ഒറ്റയ്ക്ക് ചെയ്യരുത്. ഇത് ക്യാമറ പിന്നിൽ ഹെൽപ്പ് ചെയ്യാൻ ഒരു ടീമുണ്ട്. അതാ ഞാൻ ചെയ്യുന്നത്. ഓക്കേ, ഉച്ച ടൈമാണ്. എന്നാലും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാതെ പോയാ ശരിയാവില്ല. അങ്ങനെ അപ്പുറത്തെത്തി. ഈ വെയിലത്താണ് അച്ഛൻ്റെ സെൽഫി. അതും ഒരു എക്സ്പീരിയൻസ് അല്ലേ? പുഴ, കല്ല്, വീണ്ടും പുഴ, മല. ആഹാ, നേച്ചർ എൻജോയ്. ഇവിടെ ചില സ്ഥലത്തൊക്കെ ഒരു കല്ലിന്റെ മുകളിൽ വേറെ കല്ലുകൾ അടുക്കി വെച്ചിട്ടുണ്ട്. സ്റ്റോൺ സ്റ്റാക്കിംഗ്. ബുദ്ധിസത്തിലൊക്കെ ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ട് വിചാരിക്കുന്നുണ്ട്. മെഡിറ്റേഷൻ പോലെ ചില ചെയ്യുന്നുണ്ട്. കാരണം ഇത് കുറച്ച് ക്ഷമയും കോൺസെൻട്രേഷനും ഒക്കെ വേണ്ട പരിപാടിയാണ്. പണ്ടൊക്കെ ഒരു ലൊക്കേഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാ. ചില ആൾക്കാർ ഇത് ആർട്ട് പോലെ കണ്ട് റിവർ സൈഡിലൊക്കെ ചെയ്തു വെക്കുന്നുണ്ട്. വേൾഡിന്റെ പല ഭാഗത്തും ബാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇതാ ഏരിയയുടെ നാച്ചുറൽ ലുക്കൊക്കെ കളയണമെന്ന് പറഞ്ഞ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? എന്തായാലും ഇതൊന്നും ചെയ്ത് ഫോട്ടോ എടുത്തിട്ട് പിന്നെ അതൊക്കെ തട്ടിമറിച്ച് കളഞ്ഞു. അപ്പൊ ചെയ്തോന്ന് ചോദിച്ചാ ചെയ്തു, ചെയ്തില്ലേന്ന് ചോദിച്ചാ ഇല്ല. പ്രകൃതിയുടെ ഒരു ഇതുകള് വെച്ച് പിടിച്ച നാശമരം കണ്ടിട്ട് അച്ചാച്ചിയുടെ കമന്റ് ആണ്. അങ്ങനെ ഫ്ലെയിം ഓഫ് ദ ഫോറസ്റ്റിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ എത്തിയത് എവിടെയാ? യെസ്, ഫേമസ് ആയ ഉണ്ണിയപ്പക്കട. കുട്ടിയേട്ടന്റെ ഉണ്ണിയപ്പക്കട. ഇതാണ് ആള്. ആ സന്തോഷം കണ്ടോ? അത് ഉണ്ണിയപ്പം കഴിച്ചതിന്റെ സന്തോഷല്ല. എന്റെ തൊട്ടപ്പുറത്തെ ഷോപ്പിൽ നിന്ന് എനിക്ക് കുറച്ച് ടോയ്സ് വാങ്ങിച്ചു. ഹാപ്പി. അങ്ങനെ വയനാടിനോട് ഞങ്ങൾ പിന്നെ കാണാമെന്ന് പറഞ്ഞ് യാത്രയായി. അപ്പൊ ഞാൻ ഇനി വേറെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പിന്നെ വരാം. സോ see you later. See you soon. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.